ഒരു ദിവസം തുടങ്ങുന്നത് ഫ്രസ്ട്രേഷനായിട്ടാണ്. ഇന്നലെ രാത്രി ലേറ്റായിട്ടാണ് ഞാൻ വണ്ടി കൊണ്ടുവന്ന് എൻ്റെ ബിൽഡിങ്ങിൽ പാർക്ക് ചെയ്തത്. അവിടെ സെക്യൂരിറ്റിക്കാരൻ ഒരു കുഞ്ഞ് ഗ്യാപ്പ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു വണ്ടി വയ്ക്കാൻ. ഞാൻ പറഞ്ഞു വണ്ടി കയറില്ല, ഭയങ്കര കഷ്ടമാണ് തിരിച്ചു കയറ്റാനൊക്കെ, അത്ര ടേണിങ് റേഡിയസ് ഇല്ല അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഞാൻ വേറെ സ്ഥലത്ത് വെച്ച് പോയി. ഇന്ന് രാവിലെ വന്ന് നോക്കിയപ്പോൾ ഉണ്ട് ആ സെയിം സ്ഥലത്ത് കുത്തി കയറ്റി വെച്ചിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റൊരു പാട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവിടെ നിന്ന് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് വണ്ടി പുറത്തിറക്കിയത്. ആ വണ്ടി പുറത്തിറക്കുമ്പോഴേക്കും ദേഷ്യം വന്ന് ആകെ മൂടങ്ങോട്ട് പോയി. പാവം രണ്ടുപേരും കഥയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അതാ ഒരാളവിടെ വീണ്. ആദ്യം വന്ന് കയ്യിൽ തട്ടി, പിന്നെ വന്ന് മിററിൽ തട്ടി. ക്ഷമയില്ല. ഈ കാറ് കുറേ നേരമായി ഹോൺ അടിക്കണ്, മുമ്പിലുള്ളവരോടൊക്കെ വഴി മാറി തരാൻ പറയുന്ന പോലെ. ഭാഗ്യം ഇവിടെ നിന്നൊന്നും ഹോൺ അടിച്ചില്ലല്ലോ. സൈക്കിളുകാരൻ ഇങ്ങനെ കാഴ്ചയും കണ്ടു ഇപ്പോഴത്തെ ബിൽഡിങ്ങിലൊക്കെ എന്താ സംഭവിക്കുന്നതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് പോകുന്നുണ്ടായിരുന്നത്. മിററും കൊണ്ട് പോയേനെ ഇപ്പൊ. അതിനുശേഷം എനിക്ക് പേടിയായി തോന്നുന്നു. 2 പ്രാവശ്യം ഇങ്ങനെ വരുമ്പോൾ സിഗ്നൽ കാണിച്ചിട്ടാണ് വരുന്നത്.
സംഭവം ഇയർഫോണൊക്കെ വെച്ച് പാട്ടും കേട്ടിട്ടാണ് പോകുന്നത്. എന്നാലും മാന്യനാണ്. നേരെ ചെന്ന് കയറിക്കോട്, അവിടെ പോലീസുണ്ട്. വേഗം പൊക്കോ, വേഗം പൊക്കോ. അവനെ പോലീസ് പിടിക്കണേ. അവൻ പിടിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. ഇത് റോങ് സൈഡിൽ വരുന്ന, ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നു. പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്നാണ് നിർത്തുക. അതിൽ ബ്രേക്കിന് ലൈറ്റ് ഉണ്ടോയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഇല്ലെന്നാണ് തോന്നുന്നത്. ഒരു ഇൻഡിക്കേറ്ററും ഇല്ല, ഒന്നുമില്ല, ഒരു ഒറ്റ നിർത്തൽ. ബാക്കിൽ ഏത് വണ്ടി വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഒരു നോട്ടവും ഇല്ല. കറക്റ്റ് സമയത്ത് പോലീസും വന്ന് ഓട്ടോക്കാരൻ പേടിച്ച് വരികയായിരുന്നു. റോങ് സൈഡിൽ കറക്റ്റ് സമയത്ത് പോലീസ് വണ്ടി വന്നു. പാവ ഹെൽമെറ്റൊക്കെ മണ്ടയിൽ അടിച്ചിട്ടാ പോണ്. ആ ചട്ടി ഹെൽമെറ്റ് കഷ്ടപ്പാട്. അത് നല്ല ബൈക്ക് ഓടിക്കാൻ വകയുണ്ട്, ഈ സ്പീഡിലൊക്കെ ഓടിക്കണം എന്നുണ്ട്. എന്നാൽ പിന്നെ ഒരു നല്ല ഹെൽമെറ്റ് വാങ്ങിച്ചു വെച്ചൂടെ? അവിടെ സിഗ്നൽ പച്ചയാവാൻ കാത്തിരിക്കാൻ തോന്നുന്നുണ്ട് ആ ബാക്കിലെ കാറുകാരന് ഹോണ്ടിക്കാൻ. ഇവരുടെയൊക്കെ വിചാരം എന്താണെന്നറിയില്ല. ഞാനിപ്പോൾ അവിടെ തന്നെ ആ ബൈക്കിൽ അങ്ങനെ ഇരുന്ന് താമസം തുടങ്ങി അവിടെ നിന്ന് അനങ്ങാണ്ട് അങ്ങനെ നിൽക്കുന്നതാണോ, അതോ ഞാൻ ബോധമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയാണോ, എന്ത് വിചാരിച്ചിട്ടാണെന്നറിയില്ല. എനിക്കും വീട്ടിൽ പോയിട്ട് വേറെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്.